ഹായ്, നമ്മളിന്നൊരു വെണ്ടയ്ക്ക സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെണ്ടയ്ക്കയുടെ പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. വെണ്ടയ്ക്ക ഏകദേശം നല്ല ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാള, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അത് ഒന്ന് വഴറ്റിയെടുക്കണം. അതൊരു ബ്രൗൺ നിറമാവുന്നിടം വരെ വഴന്ന് കിട്ടണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. കാര്യം ഇത് വേഗം ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ടതിന് പൊടിവകകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ തേങ്ങയുടെ 2ാം പാലും 1ാം പാലും എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവായിരിക്കും, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് തിളയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് പറ്റണം. ഇടയ്ക്ക് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടിട്ട് വീണ്ടും ഇത് അടച്ചു വയ്ക്കുക. ഇത് ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കറിയാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പ് വേണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും മൂപ്പിച്ചെടുക്കുക. താളിപ്പ് നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം അത് കുറുകി നല്ല ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിരുന്ന് ഒന്നുകൂടെ തണുക്കുമ്പോൾ ഇത് വീണ്ടും കുറുകും. ഈ സ്റ്റൂ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.